ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബസൂക്ക മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ മൂവി ഞാൻ ഇന്നലെ പോയാൽ കണ്ടത്. മൂവി അറൗണ്ട് 2.5 മണിക്കൂർ ടൈമുണ്ട്. മമ്മൂക്കയാണ് അല്ല മെയിൻ ആക്ടർ. പിന്നെ വരുന്നത് ഗൗതം വാസുദേവ് മേനോനാണ്. മൂവി കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. ജസ്റ്റ് നമുക്ക് കണ്ടിരിക്കാം എന്നതേ ഉള്ളൂ. മൂവിയിലെ സ്റ്റോറിയൊക്കെ ആണെങ്കിലും സ്റ്റോറി ഒരു വെറൈറ്റിയാണ്. സ്റ്റോറി നമ്മളിന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് സ്റ്റോറിയാണ് അവർ കൊണ്ടുവന്ന. ഒരു ഗെയിം തീമാണ്. ഗെയിമിംഗ് വഴി ഒരു തെഫ്റ്റ് നടത്തുന്നതാണ് മെയിൻ തീമെന്ന് പറയുന്നത്. സോ സ്റ്റോറി ഒരു വെറൈറ്റി ഉണ്ട് ഇതിൽ. പിന്നെ BGM, സിനിമാറ്റോഗ്രാഫി അതെല്ലാം പൊളിയായിരുന്നു. BGM എടുത്ത് പറയേണ്ടതാണ്. BGM പറ്റിയ കിട്ടില്ല. BGM ഒക്കെയാണ് മമ്മൂക്കയുടെ ഇൻട്രോയ്ക്ക് ആണെങ്കിലും കൊടുത്തിരിക്കുന്നത്. ഇൻട്രോനെ പറ്റി പറയുമ്പോൾ ടൈറ്റിൽ കാർഡുണ്ട് മമ്മൂക്കയുടെ. ഒരു കിട്ടില്ല ഒരു ടൈറ്റിൽ കാർഡ്. അത് നമ്മുടെ ലിയോയിലൊക്കെ കണ്ടുവരുന്ന, പിന്നെ റീസെൻ്റ്ലി ആശീർവാദിൽ ലാലേട്ടനെ കാണിക്കുന്ന ടൈറ്റിൽ കാർഡ്, സിമിലർ ടൈപ്പ് ഓഫ് ടൈറ്റിൽ കാർഡാണ്. അത് കൊള്ളാം, നല്ല പൊള്ളി സംഭവമായിരുന്നു. പിന്നെ നെഗറ്റീവായിട്ട് പറയാൻ, സിനിമയുടെ സ്റ്റോറി ഭയങ്കര ലാഗാണ്. ഇത്രയും ലാഗിൽ മൂവി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ആ ഒരു ലാഗ് കാരണമായിരിക്കും ഈ ഒരു മൂവി ആവറേജ് ആയിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം 2.5 മണിക്കൂറിൻ്റെ പടം ഏകദേശം ഒരു 3 മണിക്കൂറുള്ളതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു ലാഗ് കുറയ്ക്കാൻ വേണ്ടി അവർക്ക് ഈ സ്റ്റോറിയിൽ കുറേ അൺവാണ്ടഡ് സാധനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. കുറേ അൺവാണ്ടഡ് ഷോട്ടും മമ്മൂക്കയുടെ കുറേ സ്റ്റൈൽ ഷോട്ട്സും മേ ബി ഫാൻസിന് വേണ്ടി ആയിരിക്കാം. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡിനോ ഡെന്നിസ് ആണ്. പുള്ളി ഒരു ന്യൂ ഡയറക്ടറാണ്. അതിൻ്റെ കുഴപ്പമൊക്കെ ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല, കാരണം എനിക്ക് ഡയറക്ഷൻ അറിയത്തില്ല. അപ്പോൾ അതിലെന്താണ് ഇഷ്യൂ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് സ്റ്റോറി ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫ് സ്ലോ, സെക്കൻഡ് ഹാഫ് സ്ലോ, ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു 20-30 മിനിറ്റ്സ് ഉണ്ട്. അത് മാത്രം കുറച്ചൊന്നല്ല, അത് നല്ല ഫയറായിട്ടാണ് ഇരിക്കുന്നത്. അത് കാണാൻ വേണ്ടി പോയാൽ വോത്താണെന്ന് പറയാം. മേ ബി അത് കാണാൻ വേണ്ടി നിങ്ങൾ പോകുന്നെന്ന് വിചാരിച്ച് പോയാൽ മതി. എന്തിനാണ് 3 അൺവാണ്ടഡ് ഷോട്ട്സും സ്റ്റൈൽ ഷോട്ട്സും? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ അതിൽ മെയിൻലി ഒരെണ്ണം കണ്ടതാണ്. നമുക്ക് ബൈക്കിൽ കയറി പോകുന്നു, ഒരു കഫേ പോകുന്നു, അവിടെ ഇരിക്കുന്നു. അവിടുന്ന് ചെറിയൊരു സീൻ കാണിച്ചിട്ട് മമ്മൂക്ക ഇറങ്ങിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. കുഴപ്പമില്ല, അടുത്ത പടം ചിലപ്പം ബെറ്റർ ആയിരിക്കും മമ്മൂക്കയുടെ. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ. നിങ്ങൾ പോയി കാണണമെങ്കിൽ നിങ്ങൾ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും OTT എക്സ്പീരിയൻസ് ആവില്ല. സോ അടുത്ത വീഡിയോ തുടങ്ങണം. സി യു, ബൈ.